ആലപ്പുഴ നഗരത്തിലെ കനാൽക്കരയിലുള്ള മരങ്ങൾ കാലപ്പഴക്കം ചെന്നാണെന്നും അവ വെട്ടാനുള്ള തീരുമാനം അനിവാര്യമാണെന്നും മുൻമന്ത്രി തോമസ് ഐസക്. മരങ്ങൾ വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന അനാവശ്യ വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും ഐസക് പറഞ്ഞു. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ കനാലിലുണ്ടായ കാലം മുതൽ കഴിഞ്ഞൊരു കാൽനൂറ്റാണ്ട് മുമ്പ് വരെ കനാൽക്കരയിൽ മരങ്ങളില്ല. അത് യാദൃച്ഛികമല്ല. സൂര്യവെളിച്ചം വെള്ളത്തിൽ പതിക്കണേ, അത് ശുദ്ധീകരണ പ്രക്രിയയാണ്. പക്ഷെ നമ്മുടെ തോടിന്റെ ഉപയോഗമെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ മരം വെച്ചു. ഇനിയിപ്പോ ആ മരങ്ങളെല്ലാം മുറിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയാണ്. തോട്ടിലേക്ക് മറഞ്ഞു കിടക്കുന്ന മരങ്ങൾ അല്ലെങ്കിൽ അതുപോലെ ജീർണിച്ച മരങ്ങൾ മാറ്റാന്നല്ലാതെ ഇന്ന് യാഥാർത്ഥ്യബോധത്തോടുകൂടിയല്ല അവിടെയുള്ള മരങ്ങളൊക്കെ മുറിക്കുക എന്നുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി അവിടെ മരം നടാൻ പാടില്ല. കാരണം അത് അശാസ്ത്രീയമാണ്. നമ്മൾ തോട് വൃത്തിയാക്കാൻ പോവുകയാണ്, ചെളി വരാൻ പോവുകയാണ്, ഉപ്പുവെള്ളം പറ്റുമെങ്കിൽ കയറ്റാനുള്ള ഏർപ്പാടുണ്ടാക്കിയാണ്. അതങ്ങനെ ശുചിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം വെള്ളത്തിൽ പതിക്കാനുള്ള സൗകര്യം വേണം. അതുകൊണ്ട് ഇന്നുള്ള മരങ്ങൾ മുറിച്ച് വിവാദങ്ങളിലേക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. വീണ് കിടക്കുന്ന മരങ്ങള്, ചാഞ്ഞ് വീഴാൻ പോകുന്ന മരങ്ങള്, കുറ്റി മരങ്ങൾ, ഇതൊക്കെ പോകാം. പക്ഷെ മറ്റു മരങ്ങൾ മുറിക്കുന്ന ഒരു രീതി വെറുതെ അനാവശ്യമായ വിവാദമാണ്. അതിന്റെ ആവശ്യമില്ല. സ്വല്പം നമ്മൾ ഇത്രയും സഹിച്ചാണല്ലോ, അങ്ങനെ നിൽക്കട്ടെ. പക്ഷെ ഇനി പുതിയ മരങ്ങൾ ആ പ്രദേശത്ത് നടരുത്. ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ ആലപ്പുഴ മുഖം മാറില്ല. ചാത്തനാട് ശ്മശാനത്തിൽ പുതിയതായി സ്ഥാപിച്ച ഗ്യാസ് ക്രിമറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരം വിനോദസഞ്ചാര കേന്ദ്രമായി മാറുമ്പോൾ തോടുകൾ വൃത്തിയാകണമെന്നും അതിന് വെള്ളത്തിന്റെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നത് ഇടതൂർന്ന വൻമരങ്ങളാണെന്നും കാലപ്പഴക്കം ചെന്ന മരങ്ങൾ വെട്ടിമാറ്റി പകരം കനാൽക്കരയ്ക്ക് യോജിച്ച മരങ്ങൾ നടണമെന്നും ഐസക് പറഞ്ഞു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയന മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ചാത്തനാട് ശ്മശാനത്തിൽ ഗ്യാസ് ക്രിമറ്റോറിയം സ്ഥാപിച്ചത്.